ആലപ്പുഴ മാമ്പുഴക്കരയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്നു. 62കാരി കൃഷ്ണമ്മയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടിൽ സഹായത്തിനായി നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിയെ മോഷണത്തിന് ശേഷം കാണാനില്ലെന്നും വീട്ടമ്മയുടെ പരാതിയിലുണ്ട്. കേസിൽ തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി രാജേഷ് മണികണ്ഠനെ അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെയാണ് മാമ്പുഴക്കരയിൽ വേലിക്കെട്ടിൽ കൃഷ്ണമ്മയുടെ വീട്ടിൽ മോഷണം നടക്കുന്നത്. അടുക്കള വാതിൽ വഴി അകത്തെത്തിയ 3 പേർ തന്നെ മർദ്ദിച്ച് അവശയാക്കി കട്ടിലിൽ കെട്ടിയിട്ട ശേഷം കവർച്ച നടത്തിയതായി വീട്ടമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. 62കാരിയായ കൃഷ്ണമ്മ വീട്ടിൽ തനിച്ചാണ് താമസം. ജോലിയിൽ സഹായത്തിനായി എത്തിയ തിരുവനന്തപുരം സ്വദേശിയും ഇവരോടൊപ്പമായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി താമസം. മോഷണശേഷം ഇവരെ കാണാനില്ലെന്നും വീട്ടമ്മ പറയുന്നു. 2 മണിയായപ്പോഴത്തേക്ക് ഒരു 3-4 പേരകത്തോട്ട് കയറി. ഒരാളെന്നെ ഞാൻ ഒരാളിടാന്ന് ചോദിക്കുകയല്ലേ ഒറ്റയായി അടിയോടുകൂടി എൻ്റെ ബോധം പോയി. ഞാൻ വീണ്ടും കട്ടോട്ട് കിടന്നു. അപ്പോൾ തന്നെ അവർ തോർത്തുകൊണ്ട് എൻ്റെ കാലും കെട്ടി എൻ്റെ കയ്യും കെട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുക. ശബ്ദം പോലും വെക്കാൻ പാടില്ല. കാരണം രാത്രി പാലൊക്കെ കിടക്കുന്നുണ്ട്. ആരും തുറക്കത്തുമില്ല, വരത്തുമില്ല. 3.5 പവൻ സ്വർണവും 36,000 രൂപയും ATM കാർഡും ഓട്ടുപാത്രങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. രാവിലെ കൃഷ്ണമ്മയെ പുറത്തോട്ട് കാണാത്തതിനാൽ പരിസരവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുന്നത്. കവർച്ചയ്ക്കെത്തിയ സംഘത്തിനൊപ്പം യുവതിയും രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതികളെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമായതായാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അമൃത ന്യൂസ്, ആലപ്പുഴ.